തൊഴിൽ തട്ടിപ്പിനിരയായ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ജോലി ചെയ്യുന്നതിനിടെ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളി യുവാവിന് മോചനം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജയൻ കുര്യനാണ് മലയാളി സംഘടനകളുടെ സഹായത്തോടെ നാട്ടിലെത്തിയത്. ആശുപത്രിയിൽ നിന്നും യുദ്ധമുഖത്തേക്ക് മടങ്ങേണ്ടി വരുമെന്ന ആശങ്കകൾക്കിടെ ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ഉണ്ടായതോടെ കൂടിയാണ് തിരികെ മടങ്ങാനായത് എന്ന് ജയൻ പറഞ്ഞു. ന്യൂസ് മലയാളം ഇംപാക്ട്. മരണഭയത്തിന്റെയും യുദ്ധത്തിന്റെയും ഇരുണ്ട ദിനങ്ങൾ അവസാനിച്ചു. പട്ടാള ക്യാമ്പിന്റെയും ആശുപത്രി മുറികളിലെയും ശ്വാസം മുട്ടിക്കുന്ന തണുപ്പിൽ നിന്നും ഏകാന്തവാസത്തിൽ നിന്നും മടക്കം. തൃശൂർ കുറാഞ്ചേരി സ്വദേശിയായ ജയൻ കുര്യന് ഇനി മുതൽ നാടിന്റെയും വീടിന്റെയും സുരക്ഷിതത്വം. ഏപ്രിലിലാണ് തൊഴിൽ തട്ടിപ്പിനും മനുഷ്യക്കടത്തിനും വിധേയനായ ജയിനും സഹോദരി ഭർത്താവ് ബിനിൽ ബാബുവും അടക്കമുള്ള 6 അംഗ മലയാളി സംഘം റഷ്യയിലെത്തുന്നത്. ഏജന്റുമാർ ചതിച്ചതോടെ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാകേണ്ടി വന്നു. ചെറുകിട ജോലികൾക്കെത്തിച്ച ആ സംഘത്തെ പിന്നീട് നിയോഗിച്ചത് യുക്രൈൻ റഷ്യ യുദ്ധമുഖത്തേക്ക്. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങളെ ജയിനടക്കമുള്ള 4 പേർ അതിജീവിച്ചു. യുദ്ധത്തിനിടെ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് 3 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം വീണ്ടും പട്ടാള ക്യാമ്പിലേക്ക് തിരികെ മടങ്ങേണ്ടി വരുമെന്ന ആശങ്കകൾക്കിടെയാണ് ജയിനിന് അപ്രതീക്ഷിത മോചനം സാധ്യമായത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ വൈകിട്ടായിരുന്നു റിലീസായി. എന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് റിലീസായി. എന്നിട്ട് എയർപോർട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പിലേക്ക് പോകാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എംബസിയും മലയാളി അസോസിയേഷനും സഹായിച്ചു. അതുവഴി നേരെ എയർപോർട്ടിലേക്ക് വന്നിട്ട് അങ്ങനെ വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീരുമാനമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 ഓഗസ്റ്റ് 15 തൃശൂർ തൃക്കൂർ സ്വദേശിയായ സന്ദീപ് യുദ്ധത്തിൽ മരിക്കുന്നത്. ഇതോടെ നാട്ടിലേക്ക് മടങ്ങാൻ സഹായം തേടിയ സംഘത്തിൽ തൃശൂർ സ്വദേശി സന്തോഷ് അൺമുഖത്തിനും എറണാകുളം സ്വദേശി റെനിൽ തോമസിനും കൊല്ലം സ്വദേശി സിബി ബാബുവിനും ന്യൂസ് മലയാളം നടത്തിയ വാർത്താ ഇടപെടലിലൂടെ നാട്ടിലേക്ക് മടങ്ങാനായത്. ബിനിലും ജയിനും മോചനം പ്രതീക്ഷിച്ച് കാത്തിരുന്നെങ്കിലും ബിനിലിന്റെ ജീവൻ ഒരു ഷെല്ലാക്രമണത്തിൽ നഷ്ടമായി. ഇനിയും ഈ യുവാവിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനോ സംസ്കരിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആ സ്ഥലത്തിന്റെ പേര് അറിയായിരുന്നു, പക്ഷെ അവിടേക്ക് വേറെ ആർക്കും പോയിട്ട് ബോഡി എടുക്കാൻ പറ്റില്ല. അത് ആർമിയുടെ അവിടെ നിന്ന് തന്നെ അവരെന്നെ ഇറക്കി താഴത്തേക്ക് മോസ്കോയിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ പറ്റുണ്ടായിരുന്നു. ബോർഡർ ഏരിയ ആയിരുന്നു. സാധ്യമായ എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്യുമെന്ന് ജനപ്രതിനിധികളും ഉറപ്പു നൽകുന്നു. എന്താണ് സംഭവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പിന്നെ ജയിൻ്റെയും ബിനിലിൻ്റെയും രക്ഷിതാക്കൾ അപേക്ഷ കൊടുത്തിരുന്നു. തീർച്ചയായും കൊണ്ടുവരാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. നാട്ടിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ശരീരത്തിനേറ്റ ഗുരുതര പരിക്കുകളുടെ ക്ഷീണം ജയിന് വിട്ടുമാറിയിട്ടില്ല. വിദഗ്ധ ചികിത്സ ഇനിയും ആവശ്യമാണ്. എങ്കിലും ഇനിയൊരിക്കലും തിരികെ വരാനാവില്ലെന്ന് കരുതിയ ജീവിതം ജയിന് സാധ്യമായിരിക്കുന്നു. അക്കാര്യം തന്നെയാണ് കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഏറ്റവും വലിയ ആശ്വാസം. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.